ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. മോദി സർക്കാരിൻ്റെ 1-ാം വാർഷികം ഇന്ന്. പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായ 11 വർഷം പൂർത്തിയാക്കിയ നരേന്ദ്രമോദി 12-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 3-ാം BJP സർക്കാരിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും ഇക്കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കൂടുതൽ ശക്തനും സ്വീകാര്യനുമായ ഒരു പ്രധാനമന്ത്രിയായാണ് മോദി വിലയിരുത്തപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിക്കാനാണ് BJPയുടെ തീരുമാനം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മെഗാ റാലികളും പദയാത്രകളും പദ്ധതിയിലുണ്ട്. നിലമ്പൂർ വഴിക്കടവിൽ അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിൻ്റെ പേരിൽ രാഷ്ട്രീയ വിവാദം. അനന്തുവിൻ്റെ മരണം ഗവൺമെൻറ് സ്പോൺസേഡ് മർഡറാണെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ ഷൗക്കത്തും UDF നേതാക്കളും പറഞ്ഞു. മരണവിവരമറിഞ്ഞ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ മരണത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് വനം വകുപ്പ് മന്ത്രി AK ശശിധരൻ ഇന്നലെ രാവിലെ രംഗത്തെത്തി. സംഭവം നിലമ്പൂരിൽ അറിയുന്നതിന് മുമ്പ് മലപ്പുറത്ത് പ്രകടനം നടന്നുവെന്നും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമുണ്ടായാൽ ആരായിരിക്കും അതിൻ്റെ ഗുണഭോക്താക്കളെന്നും വനം മന്ത്രി ചോദിച്ചു. ഇതോടെ വനം വകുപ്പ് മന്ത്രിയെ പിന്താങ്ങി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPM നേതാക്കളും രംഗത്തെത്തി. വനം മന്ത്രി AK ശശിധരൻ ഉന്നയിച്ച ഗൂഢാലോചന ആരോപണത്തെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ കിട്ടിയല്ലോ, ഇനി പ്രതിയുടെ ഫോൺ കോളടക്കം പരിശോധിച്ച് ഗൂഢാലോചനയിൽ വ്യക്തത വരുത്തണമെന്നും ഒന്നും കിട്ടാതിരിക്കുമ്പോൾ വീണ് കിട്ടിയ അവസരം പോലെ ഈ സംഭവത്തെ ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷമെന്നും അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. കാട്ടുപന്നിയുടെ ഇറച്ചിക്ക് വേണ്ടി കെണിയൊരുക്കിയ വിനീഷ്, കുഞ്ഞു മുഹമ്മദ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. കെണി സ്ഥാപിച്ചത് താനാണെന്നും പന്നിയെ പിടിക്കാനാണ് ഇത് ചെയ്തതെന്നും വിനീഷ് പോലീസിനോട് സമ്മതിച്ചതായാണ് വിവരം. നേരത്തെയും വിനീഷ് സമാനമായ രീതിയിൽ പന്നിയെ പിടികൂടിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. വിൽപ്പനയ്ക്കാണ് ഇയാൾ പന്നികളെ ഇത്തരത്തിൽ പിടികൂടിയിരുന്നതെന്നാണ് പോലീസ് വിലയിരുത്തൽ. മലപ്പുറം വഴിക്കടവിൽ ഷോക്കേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. DYSP K അലവിക്കാണ് അന്വേഷണ ചുമതല. ഇതിനിടെ മരിച്ച അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. ഷോക്കേറ്റാണ് മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വയറിൽ ഷോക്കേറ്റ് പൊള്ളിയ പാടുകളുണ്ട്. നേരിട്ട് കമ്പി വയറിൽ തട്ടിയതുകൊണ്ട് ആഘാതം കൂടിയെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നിലമ്പൂർ വഴിക്കടവിൽ അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഉത്തരവാദി സ്വകാര്യ വ്യക്തിയെന്ന് KSEBയുടെ സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ചെടുത്ത് വയർ ഉപയോഗിച്ചും ചിലയിടത്ത് ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പികൾ ഉപയോഗിച്ചും ലൈൻ വലിച്ചെടുക്കുകയായിരുന്നുവെന്നും സ്വകാര്യ വ്യക്തി കാട്ടിയ നിയമലംഘനത്തിന് KSEBയെ പഴി പറയുന്നത് തികച്ചും വസ്തുതാവിരുദ്ധവും അപലപനീയമാണെന്നും ബോർഡ് വ്യക്തമാക്കി. നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം ദാരുണവും വേദനാജനകവുമാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. കേസിലെ പ്രതി വിനീഷ് പോലീസ് പിടിയിലായി കഴിഞ്ഞുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നു എന്നത് ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഭാരതാംബ വിവാദത്തിൽ ഗവർണറോടുള്ള സമീപനത്തിൽ CPMനും CPIക്കും ഇടയിലെ ഭിന്നത കൂടുതൽ ശക്തമായതായി റിപ്പോർട്ട്. ദേശീയ പതാക ഉയർത്തി ഭാരത് മാതാ കി ജയ് വിളിച്ച് ബിനോയ് വിശ്വം അടക്കമുള്ള CPI നേതാക്കൾ വൃക്ഷത്തൈ നട്ടതിലാണ് CPMന് അതൃപ്തി. ഭാരത് മാതാ വിളിയിൽ സംവാദം വേണമെങ്കിൽ പിന്നീട് ആകാമെന്നും ഇപ്പോൾ അതിനില്ലെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിൽ വിവാദം തള്ളി ഗവർണർ. ഭാരതമാതാവ് എല്ലാത്തിനും മുകളിലാണെന്നും ചർച്ച വേണ്ടെന്നും രാജേന്ദ്ര അർലേക്കർ പറഞ്ഞു. CPIയുടെ പ്രതിഷേധത്തൈ കുത്തിയാണ് ഭാരതമാതാവിനെ ഇതുവരെ ഓർക്കാത്തവർ ഇപ്പോൾ ജയ് വിളിക്കുന്നതെന്നും ഗവർണറുടെ പരിഹാസം. 52 ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ തുടക്കമാവും. ഇന്ന് രാത്രി 12-ന് നീണ്ടകര പാലത്തിൻ്റെ സ്പാനുകളെ ബന്ധിച്ച് ചങ്ങലയിടുന്നതോടെ സംസ്ഥാനത്ത് നിരോധനം നടപ്പിൽ വരും. പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമാണ് ഈ കാലയളവിൽ കടലിൽ പോകാൻ അനുമതിയുള്ളത്. തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ടർമാർ അടിയന്തര യോഗം വിളിച്ചു. വിവിധ വകുപ്പ് മേധാവികളുമായി ഇന്ന് രാവിലെ ചർച്ച നടത്തും. ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചതോടെയാണ്
അടിയന്തര യോഗം. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്കുള്ള കരാറുകൾ കഴിഞ്ഞ 2 വർഷമായി ശ്രീചിത്രയിൽ പുതുക്കിയിരുന്നില്ല. താൽക്കാലികമായി കരാർ നീട്ടി. പഴയ വിലയിൽ തന്നെയായിരുന്നു ഉപകരണങ്ങൾ എത്തിച്ചിരുന്നത്. ഇതോടെ കരാറുകാർ ഉപകരണങ്ങൾ എത്തിക്കാതെയായി. ബാക്കിയുണ്ടായിരുന്ന സ്റ്റോക്കും എടുത്തുകൊണ്ടുപോയി. ഉത്തരേന്ത്യക്കാരനായ ഡയറക്ടറും ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരും തമ്മിലെ ഭിന്നതകളും പ്രശ്നത്തിന്റെ കാരണമാണെന്ന് റിപ്പോർട്ടുകൾ. സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് വി. എൻ. സുധീരൻ. മദ്യത്തിന്റെ ഉപയോഗം കുറക്കുമെന്ന് പറഞ്ഞ സർക്കാർ മദ്യവ്യാപനം മുഖ്യ കർമ്മ പദ്ധതിയാക്കിയെന്നും IT മേഖലകളിൽ പോലും മദ്യവിൽപ്പനയ്ക്കുള്ള അവസരമൊരുക്കുന്നുവെന്നും സുധീരൻ പറഞ്ഞു. മയക്കുമരുന്ന് സംഘങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും കൂടാതെ PSCയെ സർക്കാർ നോക്കുകുത്തിയാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കുട്ടനാട് താലൂക്കിലെ സ്കൂളുകൾ ഇന്നു മുതൽ തുറക്കും. കുട്ടനാട് മേഖലയിലെ വെള്ളക്കെട്ട് പ്രതിസന്ധി ഒഴിഞ്ഞതോടെയാണ് സ്കൂളുകൾ ഇന്നു മുതൽ തുറക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് പ്രദേശത്തെ നിരവധി വീടുകളിലടക്കം വെള്ളം കയറുന്നു. വെള്ളം ഇറങ്ങിയതോടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ തീരുമാനിച്ചത്. രാജ്യത്ത് 6000 കടന്ന് കോവിഡ് കേസുകൾ. 24 മണിക്കൂറിനിടെ 378 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗികളുടെ എണ്ണം 6133 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6 കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 3 എണ്ണവും കേരളത്തിലാണ്. ഇടുക്കിയിൽ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി. കുഴിയിൽ കടുവയ്ക്കൊപ്പമുണ്ടായിരുന്ന നായയെയും മയക്കുവെടി വെച്ച് പുറത്തെത്തിച്ചു. ഇടുക്കി ചെല്ലാർ കോവിൽ മേട്ട് ഏലംതോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെയാണ് വനം വകുപ്പ് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് പിടികൂടിയത്. കൂട്ടിൽ കയറ്റിയ കടുവയെ പെരിയാർ കടുവാ സങ്കേതത്തിലെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി. കിറ്റെക്സ് MD സാബു M. ജേക്കബിന് മറുപടിയുമായി സംസ്ഥാന വ്യവസായ മന്ത്രി P. രാജീവ്. കേരളം വിടുമെന്ന് ആവർത്തിച്ച് പറഞ്ഞവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ടെന്ന് മന്ത്രി പരിഹസിച്ചു. കിറ്റെക്സ് ഇത്രയും വളർന്ന് കേരളത്തിൽ നിന്നാണെന്ന് ഓർക്കണമെന്നും മനസ്സമാധാനം വേണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവായ വ്യവസായിയുടെ പ്രതികരണമാണ് ശനിയാഴ്ച കണ്ടതെന്നും മന്ത്രി P. രാജീവ് കുറ്റപ്പെടുത്തി. കേരളം ആരുടെയും പിതൃസ്വത്തല്ലെന്നും കിറ്റെക്സിന് കേരളത്തിൽ തുടരാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്നും കിറ്റെക്സ് MD സാബു ജേക്കബ്. വ്യവസായ മന്ത്രി P. രാജീവിൻ്റെ വിമർശനത്തിന് മറുപടി പറയായിരുന്നു സാബു. സ്വന്തം കഴിവില്ലായ്മയും പോരായ്മയും മറച്ചുവെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണെന്നും സാബു ജേക്കബ് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പണിമുടക്കും. ഓൺലൈൻ ടാക്സി കമ്പനികൾ ചൂഷണം ചെയ്യുന്നുവെന്നും ഓൺലൈൻ ടാക്സികൾ രംഗത്ത് നിരക്ക് ഏകീകരണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്യും. രാവിലെ 8 മണിയോടെയാണ് ബർത്തിങ്. തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ ബില്ലി ആന്റണിയാണ് MSCയുടെ ഐറീനയുടെ കപ്പിത്താൻ. പെരിന്തൽമണ്ണ പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിലുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. വെങ്ങാട് സ്വദേശി മുത്തേടത്ത് ഷിഹാബുദ്ദീൻ 40 ആണ് മരിച്ചത്. വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തുള്ള വഴുവഴുപ്പുള്ള പാറക്കെട്ടിലൂടെ ഒഴുകി താഴേക്ക് പതിക്കുകയായിരുന്നു ഷിഹാബുദ്ദീനെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പഴയടത്ത് സുഹൈൽ 24, ഷഹജാദ് 7 എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട് നീലഗിരി പന്തല്ലൂരിനടുത്ത് കാട്ടാന ആക്രമണത്തിൽ മലയാളി മരിച്ചു. ജോയ് ആന്റണി 60 എന്നയാളാണ് മരിച്ചത്. വീടിന് 100 മീറ്റർ അകലെ ചന്തക്കുന്ന് എന്ന സ്ഥലത്തെ കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ് കാട്ടാന ആക്രമിച്ചത്. കാട് കയറാൻ കൂട്ടാക്കാതിരുന്ന കാട്ടാനയെ വനപാലകരെത്തിയാണ് ഓടിച്ചത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കണ്ണൂരിൽ വിവിധയിടങ്ങളിലായി 3 പേർ പുഴയിൽ മരിച്ച വാർത്ത കൂടി വന്നിട്ടുണ്ട്. പയ്യാവൂർ പുഴയിൽ വീണ് 14കാരി മരിച്ചു. ദേവമാതാ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കോയിപ്പാറ വട്ടക്കുന്നേൽ വീട്ടിൽ അലീനയാണ് മരിച്ചത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ വീടിന്റെയോ കൊമേഴ്ഷ്യൽ സ്പേസിന്റെയോ സിറാമിക് വെയർ കുറച്ച് കഴിയുമ്പോൾ കറ പിടിച്ച് നിറം മാറുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു കാർ വാങ്ങിയാലും ഒരു നല്ല ബ്രാൻഡ് ഷർട്ട് വാങ്ങിയാലും ഉപയോഗിച്ചു തുടങ്ങുന്ന സമയത്ത് നിറം വാങ്ങി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഭക്ഷണം പാകം ചെയ്താലും എന്തുകൊണ്ടാണ് രുചിയില്ലാത്തത്? യെസ്, വാട്ടർ ക്വാളിറ്റി തന്നെയാണ് പ്രശ്നം. വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള വാട്ടർ ഫിൽട്രേഷൻ തന്നെ വേണമല്ലേ? പക്ഷേ വാട്ടർ ഫിൽട്രേഷൻ ആഫ്റ്റർ സർവീസ് നിങ്ങൾക്കൊരു തലവേദനയാണല്ലേ? ഞങ്ങൾ കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിക്ക് കഴിഞ്ഞ 14 വർഷമായി ഇതൊരു തലവേദനയേ അല്ല. നിങ്ങൾക്കും ടാറ്റയുടെ ബെസലും ജർമ്മൻ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് നിങ്ങളുടെ കുടിവെള്ളവും ശുദ്ധീകരിച്ച് തുടങ്ങാവുന്നതാണ്. അതിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. കൂടാതെ പ്രമുഖ കമ്പനികളുടെ RO, UV, UF ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയർ ഫിറ്റ് ചെയ്യാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യൂ.